മനു ഊഞ്ഞാലിരുന്നുകൊണ്ട് അലീനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന ചോദിക്കുന്നുണ്ട്, മനുവേട്ടന് നേരത്തെ അറിയാമല്ലേ എൻ്റെ പപ്പയുടെ അടുത്തേക്കാ എന്നെ കൊണ്ടുപോകണമെന്ന്? ഒരു വാക്കെങ്കിലും എന്നോട് പറഞ്ഞോ? അലീന, അവിടെ പോയി സ്റ്റാൻലി ജോസഫിനെ കണ്ടെത്തിയതും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായതെല്ലാം ആരാ? അങ്കിളല്ലേ? അങ്കിള് പറയാത്തപ്പോൾ പിന്നെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഊഹിച്ചെടുത്ത കാര്യങ്ങളാ. അങ്കിളിനോട് ചോദിച്ചപ്പോൾ അങ്കിള് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല അമ്മാമാർക്കും വല്യച്ഛനും എൻ്റെ അച്ഛനൊക്കെ അറിയായിരുന്നു. ഞാനായിട്ട് പറഞ്ഞ് ചളവാക്കേണ്ടത് കരുതി. ബാലനങ്ങൾ എപ്പോൾ പറയുന്നോ അപ്പം അറിഞ്ഞാൽ മതിയെന്ന് ഞാനും കരുതി ഇന്ന് പറയുന്നുണ്ട്. എങ്കിലും ഒന്ന് സൂചിപ്പിക്കായിരുന്നു. അതിൻ്റെ ആവശ്യമില്ലല്ലോ അലീന. ഞാൻ പറഞ്ഞില്ലേ, അങ്കിള് പറയേണ്ട സമയത്ത് അത് കൃത്യമായി പറയുന്നത് എനിക്കറിയാം. അല്ല, ഇപ്പോൾ അവിടെ ഓക്കെ അല്ലേ? ഓക്കെ ആണോന്ന് ചോദിച്ചാൽ ഓക്കെയാ. അപ്പച്ചൻ വന്നതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. അല്ലെങ്കിലോ ആകെപ്പാടെ ഈ ബംഗ്ലാവിൽ ഞാൻ പെട്ടുകിടക്കുക. അവിടെയാണെങ്കിലോ ഒരു വെട്ടവും വെളിച്ചവും പ്രകാശവും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഒരു ബംഗ്ലാവിനകത്ത് ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു വീട് പോലെയാ. ശരിക്കും പറയുകയാണെങ്കിലേ ഒരു പ്രേതാലയം. അവിടുത്തെ പ്രേതവോ സ്റ്റാൻലി ജോസഫും. ആഹാ, കൊള്ളാലോ. എന്നിട്ട് പ്രേതം എന്ത് പറയുന്നു? എപ്പോഴും മദ്യക്കുപ്പിയുടെ മുമ്പിലായിരിക്കുന്നത്, പിന്നെ സിഗരറ്റും. അതൊഴിഞ്ഞ നേരമില്ല. അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോവാറേയില്ല. പിന്നെ അപ്പച്ചൻ വന്നതാ ഒരു സമാധാനം. അപ്പച്ചനോട് ഭയങ്കര കാര്യമാണ്. ആഹാ, ഈ അപ്പച്ചനൊക്കെ കൂടിയല്ലേ പണ്ട് നിന്നെ കളഞ്ഞേക്കാൻ പറഞ്ഞത്? കൊല്ലുവോ കൊണ്ട് കളയുവോ ഒക്കെ ചെയ്യാൻ പറഞ്ഞത്. അതിനിപ്പോൾ പുള്ളിക്കാരൻ്റെ കുറ്റബോധമൊക്കെ ഉണ്ട് മനേട്ടാ. പിന്നെ അന്നൊക്കെ അന്തസ്സ് മുറുകെ പിടിക്കുന്നവരായിരുന്നല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാട്ടോ, വലിയ മാറ്റമൊന്നുമില്ല. ആഹാ, അല്ല പിന്നെ നിന്നെ സ്വീകരിച്ച കാര്യം എന്താ? എന്തായാലും എൻ്റെ പപ്പ എന്നെ പോയി കൊണ്ടുവന്നു. ഇനി അതൊന്നും മാറ്റില്ലെന്ന് എൻ്റെ അപ്പച്ചന് മനസ്സിലായി. ഇത്രയും പ്രായമായ ആളെ ഇനി തിരുത്താൻ അപ്പച്ചന് പറ്റുമോ? അത് മാത്രമല്ല, എൻ്റെ അപ്പച്ചൻ്റെ ഭാര്യ, അതായത് എൻ്റെ പപ്പയുടെ മമ്മി, ചിന്നമ്മ എന്നാ പേര്. അവരുടെ അതേ മുഖശേപ്പാ എനിക്കെന്നാ എല്ലാവരും പറയുന്നേ. വെച്ച് ഉരിച്ചു പോലെ എന്നൊക്കെ പറയുന്നേ. അതേ പൊക്കവും വണ്ണവും കളറും ഒക്കെയാ പറയണേ. അതുകൊണ്ടാ അപ്പച്ചന് എന്നോട് വലിയ സ്നേഹം. മരിച്ചുപോയ ഭാര്യയുടെ അതേ രൂപമാണല്ലോ കൊച്ചുമകള്. ആ ഒരു സ്നേഹ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുവേട്ട, ഇടയ്ക്കൊക്കെ കൊല്ലപ്പള്ളിയിൽ നിന്നും കടപ്പാട്ടൂരേക്ക് ഒന്ന് പോണേ. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിക്കണേ. ഞാൻ പോവാറുണ്ട് അലീന. അല്ല, എങ്ങനെയുണ്ട് ഇപ്പോൾ? മേഡം ഇപ്പം എങ്ങനെയുണ്ട്? ശങ്കരൻ പിന്നെ തെങ്ങയില് എന്ന അതേ അവസ്ഥയാ. അവിടെ പ്രശ്നങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ, ഒരു കുറവും ഇല്ല. അയ്യോ, ഞാൻ അവിടെ നിന്ന് പോരുമ്പോഴെങ്കിലും പ്രശ്നങ്ങളൊക്കെ കുറയുന്നാണല്ലോ കരുതിയത്. ഞാൻ ബബിയെ വിളിച്ചിരുന്നു, ബബിയൊന്നും പറഞ്ഞു കേട്ടില്ല. എന്ത് പറയാനാ, അവരും നിന്നെ വിഷമിപ്പിക്കണമെന്ന് അവർ കരുതി കാണും. ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നീ ആ മക്കളെയൊക്കെ മാറ്റിയെടുത്തല്ലേ ഓരോരുത്തരെ അവർ തിരിച്ചുകൊണ്ടിരിക്കുക. ബബിയാണ് ആദ്യ ലക്ഷ്യം. എങ്ങനെയെങ്കിലും നിന്റെ പിടിന്ന് മോചിപ്പിക്കണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ആ വീടിൻ്റെ എല്ലാ താളവും തെറ്റി അലീന. ഇപ്പോൾ വൃത്തി വെടുപ്പോ ഒന്നുമില്ല. ഒരു ജോലിക്കാരെ നോക്കിക്കൊണ്ടിരിക്കുക അങ്കിള്. അവർ 3 പേരും കൂടി വീടൊക്കെ ക്ലീൻ ചെയ്യാം, എല്ലാം ചെയ്തോളാന്ന് പറഞ്ഞാലും ആൻറ്റി സമ്മതിക്കില്ല. കാരണം നീ ഉണ്ടാക്കിയ ശീലമാണല്ലോ. അതങ്ങനെ തുടർന്നു പോകണ്ടെന്ന് ആൻറ്റിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ. എങ്കിലും ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ മനുവേട്ടാ. എത്ര കഷ്ടപ്പെട്ടാ ആ കുട്ടികളൊക്കെ ഞാൻ ആരതിക്ക് ആക്കിയെടുത്തത്. അത് തന്നെയാ പ്രശ്നം. നീയല്ലേ ആക്കിയെടുത്തത്. അതാ ആൻറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നും പറഞ്ഞ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുവേട്ടൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊല്ലപ്പള്ളിക്ക് കടപ്പാടൂരേക്ക് പോയിട്ട് ഒന്ന് അന്വേഷിക്കണം കേട്ടോ. എന്തെങ്കിലും പ്രത്യേക സംഭവം ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. അല്ല, അച്ഛൻ എങ്ങനെയുണ്ട്? നീ വിളിച്ചില്ലേ? ഞാൻ വിളിച്ചായിരുന്നു. പക്ഷെ അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് വിട്ട് പറയില്ലല്ലോ. അസുഖമല്ലോ? ഏയ്, അങ്ങനൊന്നുമില്ല. അങ്കിളിപ്പോൾ ഓക്കെയാ. നീ പറഞ്ഞതുകൊണ്ട് ആൻറ്റിയോട് വലിയ തട്ടിക്കയറണമെന്നും പോകുന്നില്ല. ആൻറ്റി അങ്ങോട്ട് തട്ടിക്കയറാൻ ചെന്നാലും മിണ്ടാതെ പോവാ ചെയ്യാറ്. പാവം അച്ഛൻ എന്തൊക്കെ സഹിക്കണം. ഈ മേഡത്തിന് ഇതെന്തിനാ സോക്കേടാ? ഒന്ന് അടങ്ങിയത് നിന്നൂടെ എന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കമല പുറത്തുനിന്ന് ശ്രദ്ധിക്കുകയാണേ. കുറേ നേരമായല്ലോ ഇവൻ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും മറ്റോളായിരിക്കും. അപ്പോൾ വൈജ അവസാനം പോകാൻ തന്നെ പറഞ്ഞിട്ട് പോയ കാര്യം ഓർക്കുന്നുണ്ട്. എല്ലായിടത്തുനിന്നും പറഞ്ഞിടാൻ നോക്കിയിട്ട് അവസാനം കെട്ടിക്കയറ്റി ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരാൻ നോക്കിക്കോ എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഓർക്കാണ്. കമല അപ്പോഴേക്കും ചീറിപ്പാഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ ഫോൺ പിടിച്ച് മേടിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫോണിൽ അലീന കാണുകയാണ്. ഹലോ എന്ന് വെക്കുമ്പോഴേക്കും ഹലോ കമലയാൻറ്റി എന്ന് വിളിക്കുകയാണ്. ആരാടി നിൻ്റെ ആൻറ്റി? നിനക്ക് നാണില്ലടി? ഇവിടുന്ന് പോയ പിന്നെയും എൻ്റെ ചെറുക്കനെ വിടാൻ നിനക്ക് ഉദ്ദേശമില്ലേ? കയ്യും കാലും കാണിച്ച് അവനെ നീ മയക്കി വെച്ചിരിക്കുകയല്ലടി എന്ന് പറയുന്നുണ്ട്.
ആൻറ്റി ഞാനല്ല എന്ന് പറയുമ്പോഴേക്കും മനു ഫോൺ പിടിച്ച് മേടിക്കുന്നുണ്ട്. എന്നിട്ട് കട്ടാക്കാണ്. അമ്മ എന്ന ചീപ്പ് പണിയായി കാണിക്കുന്നത്. ഞാൻ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഒരാളുടെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് സംസാരിക്കുന്നത് മോശമാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ആരുടെ ഒരാള് 9 മാസം ചുമന്ന് നിന്നെ പ്രസവിച്ച നിന്റെ തള്ളയാടാ ഞാൻ. എനിക്കതിനുള്ള അവകാശമില്ലടാ അമ്മേ. പ്രായപൂർത്തിയായ കല്യാണം കഴിക്കാൻ പ്രായമായ ഒരു പുരുഷനാണ് ഞാൻ. എനിക്ക് കുറച്ച് പ്രൈവസിയൊക്കെ ഉണ്ട്. അമ്മയുടെ മോനാണെന്ന് പറഞ്ഞ് ഒരു പ്രായം വരെ അതൊക്കെ കാണുള്ളൂ. അതിനുശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൈവസി ഉണ്ട്. അമ്മ ഇത് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട്. എത്ര വളർന്നാലും നീ എൻ്റെ മോന നല്ലതാവില്ലല്ലോ. അവൾ നിന്നെ ഓർന്നൊക്കെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുക. വൈജ അന്ന് എന്നോട് പറഞ്ഞതാ നിന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നീ കെട്ടിക്കെട്ടി അവളെ കൂടെ കൊണ്ടുവരുന്ന്. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാനതിനെ സമ്മതിക്കില്ലടാ എന്ന് പറയുന്നുണ്ട്. അമ്മ ഇതെന്തറിഞ്ഞിട്ടാ, ഒന്ന് മാറക്കേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുമ്പോഴേക്കും പോടാ പോ, അവളുടെ എല്ലാ കേസും ഞാൻ നിർത്തിത്തരാം. എവിടെ പോയാലും ആ നാശം പിടിച്ചോളൂ ഒരു സമാധാനം തരില്ലല്ലോ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കമലയും കയറിപ്പോകുന്നുണ്ട്. മനു അങ്ങനെ ഫോൺ ടേബിളിൽ വെച്ചിട്ട് കുളിക്കാനായിട്ട് കയറിപ്പോവാണേ. മനു ബാത്റൂമിൽ കയറിയ സമയത്ത് അയൽൻ്റെ നമ്പർ എടുത്തിട്ട് അവളെ വിളിച്ച് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി കമല ഫോൺ ചെക്ക് ചെയ്യാണ്. ആ സമയത്ത് വാട്സപ്പിൽ അവൾ അയച്ച കുറേ മെസ്സേജുകൾ കാണുന്നുണ്ട്. അലീനയും അവളുടെ പപ്പയായ സ്റ്റാൻലി ജോസഫ് കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ അവൻ അയച്ചു കൊടുത്തിട്ടോ. എൻ്റെ പപ്പയും ഞാനുള്ള ആദ്യത്തെ ഒരുമിച്ചുള്ള ഫോട്ടോയാ, എങ്ങനെയുണ്ട് മനുവേട്ട എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും ആ ഫോട്ടോയുള്ളത്. അപ്പോൾ ഇയാളുടെ വീട്ടിലാണോ ഇവള് ജോലിക്ക് പോയിരിക്കുന്നത്? അവൾ അയച്ച മെസ്സേജ് നോട്ടുകളൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. ആ ഫോട്ടോ മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. അവിടെ പോയിട്ട് അവൾ അയാളെ മയക്കിയോ? കണ്ടില്ലേ തോളത്തൊക്കെ കൈ വെച്ച് നിൽക്കുന്നത്, നാണം കിട്ടവൾ എന്ന് പറയാണ്. അങ്ങനെ ആ ഫോട്ടോ കമലയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം അനക്കാതെ ഫോണും വെച്ചിട്ട് കമല ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ കമല നേരെ പോണത് വൈജിയുടെ അടുത്തേക്കാണ്. വൈജി അപ്പോൾ കടപ്പാട്ടൂരാണുള്ളത്. അങ്ങനെ കടപ്പാട്ടൂരിലേക്ക് ടാക്സി വിളിച്ചാണ് കേട്ടോ കമല അത്യാവശ്യമായിട്ട് പോണത്. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം വൈജയെ കാണേണ്ട മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. നീ എന്താ ഇന്ന് ഓഫീസിലേക്കൊന്നും പോകാഞ്ഞത്? ഇന്നെനിക്ക് വയ്യായിരുന്നു കമലയെടുത്തി. അല്ല എന്താ അത്യാവശ്യ കാര്യം പറയാനുണ്ട്? എന്താ വീട്ടിലുണ്ടെന്നൊക്കെ വിളിച്ച് ചോദിച്ചത്? അത്യാവശ്യ കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് തന്നെയാ. നീയേ അവൾ പോയവിടെ നിറഞ്ഞോ? ആ കൊളത്തുപ്പുഴ എങ്ങാണ്ട് ഏത് റബ്ബർ എസ്റ്റേറ്റിലാ, അവിടെ എങ്ങാണ്ടെന്തോ ജോലിയാണ്, കണക്കപ്പള്ളിയായിട്ടെങ്ങാണ്ടെന്നൊക്കെയാ പറഞ്ഞത്. അതൊക്കെ വെറും പറച്ചില്ല. അവൾ ആരുടെ ടീമെന്നറിയോ? ഇവിടെയുള്ള എല്ലാ ആണുങ്ങളെയും അവൾ വശീകരിച്ചില്ലേ? അവിടെ ചെന്നും അവളുടെ പണി അത് തന്നെയാ. എന്താ കമലടുത്തി പറഞ്ഞേ? എന്തറിഞ്ഞിട്ടാ? എന്ത് ജോലി അവളുടെ? അവളൊന്ന് അന്വേഷിച്ച് പോകാനൊന്നും എനിക്ക് വയ്യ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെയുള്ള നിന്റെ പിള്ളേരെയും ഭർത്താവിനെയും അവൾ വിളിക്കുന്നില്ലേ? ഉണ്ടോന്ന്? 24 മണിക്കൂറും അത് തന്നെയാ പരിപാടി. രാത്രിയായി പിന്നെ അവൾ വീഡിയോ കോളാ എല്ലാവരെയും. നശം പിടിച്ചവള്. ഇവിടുന്ന് പോയാലെങ്കിലും സൗകര്യം കിട്ടുന്ന കരുതിയത്. പക്ഷേ ഇപ്പം അതും ഇല്ല. എവിടെ ചെന്നാലും അവൾ ഇത്തിൽ കണ്ട പോലെ പിടിച്ചു നിൽക്കാനുള്ള കമലയെടുത്തി. അവളെ പറിച്ചിടാൻ ഒരു മാർഗവും ഇല്ലല്ലോ. അവിടെ അത് തന്നെ അവസ്ഥ. മനു 2 മണിക്കൂറോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പോയി പിടിച്ച് നോക്കിയപ്പോഴേ അലീന ചോദിക്കുക കമലാൻ്റിക്ക് സുഖമാണോ എന്ന്. ഞാൻ നല്ല വർത്താനങ്ങ് പറഞ്ഞു. ആ മനു ആണെങ്കിലേ ഫോൺ പിടിച്ച് കട്ടാക്കി, അല്ലെങ്കിൽ അവളെ ശരിയാക്കിയേനെ എന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാ കമലയെടുത്തി? നമ്മളൊക്കെ ആവുന്ന പരിശ്രമിച്ചതല്ലേ, എന്നിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അവളെ എല്ലാവർക്കും കൈവശം കൊടുത്ത് മയക്കി വെച്ചിരിക്കുക, അല്ലാതെ എന്ത് പറയാനാ? അതെ അത് തന്നെയാ ശരി. അവള് പഠിച്ച കള്ളിയാ. മനുവിൻ്റെ ഫോണിൽ നിന്നേ എനിക്കൊരു ഫോട്ടോ കിട്ടി. അവളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ ഓണറാന്ന് തോന്നുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ അവിടെ ചെന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നെങ്കിലും അവൾക്കൊരു പാര പണിയണം. അവളും അയാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ മൊത്തം അറിയിക്കണം. അയാൾക്കൊരു കുടുംബം കാണുമല്ലോ, ഒരു ഭാര്യയും മക്കളൊക്കെ കാണുമല്ലോ, അവരെ അറിയിക്കണം. അങ്ങനെ അയാളെ നമുക്ക് നാറ്റിക്കാം. അവൾ പോകുന്നിടത്തൊന്നും അവൾക്ക് സമാധാനം കിട്ടരുത്. എൻ്റെ പൊന്നു കമലെടുത്തി, നമ്മളങ്ങനെ ചെയ്ത് അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലേ അവൾ തിരിച്ച് ഇങ്ങോട്ട് പോരും. അയ്യോ അത് ശരിയാണല്ലോ, അത് ഞാൻ ഓർത്തില്ല. എങ്കിലും അവൾക്ക് സമാധാനം കിട്ടരുത്. അതിനുവേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അയാളുടെ ഫോട്ടോ ആയിട്ടാ ഞാൻ വന്നത്. എവിടെ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കമലയുടെ ഫോൺ മേടിക്കാണ് വൈജ. ആ ഫോട്ടോ കണ്ടപാടെ വൈജ ഞെട്ടി വിറച്ച് നിൽക്കാണ്. എന്താ വൈജെ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? വൈജെ, ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? ആ കമലെടുത്തി കേട്ടു. അല്ല നീ എൻ്റെ ഫോട്ടോ തന്നെ നോക്കി നിൽക്കുന്നത്? ഒന്നുമില്ല. ഈ ഫോട്ടോ എനിക്കൊന്ന് സെൻഡ് ചെയ്യാവോ? അതിനെന്താ എന്നും പറഞ്ഞൊരു ഫോട്ടോ സെൻഡ് ചെയ്യുന്നുണ്ട്. ഇയാളെക്കുറിച്ച് നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്.
ഇയാളുടെ പേരെന്തോ ആണോ, ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഒരു മിലിറ്ററിക്കാരനാണെന്നറിയാം. കുളത്തുപുഴയിലാണ് വീട്. റബ്ബർ തോട്ടത്തൊക്കെയുള്ള ആളാ. അങ്ങനെ ഒരു രീതി വെച്ച് നീ ഒന്ന് അന്വേഷിക്ക്. നമുക്ക് എന്താ അവിടെ സംഭവിക്കുന്നൊക്കെ അറിയാലോ. എങ്ങനെയെങ്കിലും ഇവിടെ വകുപ്പുണ്ടോ നമുക്ക് നോക്കാം. അവളെ നമുക്ക് വേറൊരു പിഴു തരയണം എന്നൊക്കെ പറയുമ്പോൾ, ശരി കമലേടത്തി, എന്താ വൈജി, നിനക്കെന്താ പറ്റിയത്? മുഖമെല്ലാം പെട്ടെന്ന് മാറിയല്ലോ. എന്താ സംഭവിച്ചത്? ഒന്നുമില്ല കമലേടത്തി. അല്ല, കമലേടത്തി പോവല്ലേ? ഞാൻ പോവാ. നിനക്കെന്തോ സംഭവിച്ചല്ലോ. ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ എന്തു പറ്റി? നിനക്കറിയാൻ ആരെങ്കിലും കാണോ? അല്ല അല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല ക്ഷീണമുണ്ടെന്ന്. എന്തോ തല ഇറങ്ങുന്ന പോലെ. അല്ല, നിനക്ക് ഹോസ്പിറ്റലെല്ലാം പോകണോ? വേണ്ട, ഒന്ന് കിടന്നാൽ മതി. എന്നാ ശരി, ഞാനെങ്കിൽ വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് കമൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. വൈജ ആ ഫോട്ടോ വീണ്ടും എടുത്ത് നോക്കി സൂം ചെയ്ത് നോക്കുകയാണ്. അതെ, തനിക്ക് തെറ്റിയിട്ടില്ല. അത് സ്റ്റാൻലി ജോസഫ് തന്നെയാ. 23 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞ ആ സ്റ്റാൻലി ജോസഫ് എന്ന് അവളെ മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. ശരിക്കും അവളുള്ളത് അവിടെ തന്നെയാണോ? അലീന എന്തിനാണ് അങ്ങോട്ടേക്ക് പോയത്? ബാലേന്ദ്രനല്ലേ അവളെ അങ്ങോട്ടേക്ക് ഉണ്ടാക്കിയത്. ഒരു പ്ലാന്റർ ആണെന്നും അയാൾ ഒരു എക്സ് മിലിറ്ററി ആണെന്നും ബാലേന്ദ്രൻ അറിയാമായിരുന്നല്ലോ. അപ്പോൾ സത്യങ്ങളെല്ലാം ബാലൻ അറിയാതിരിക്കുമോ ഈശ്വര എന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ വൈജ വേറൊരു കാര്യം കൂടി ഓർക്കാണ്. പോവാൻ നേരം അലീന പറഞ്ഞിരുന്നല്ലോ, ഒരു മിലിറ്ററിക്കാരൻ സ്റ്റാൻലി ജോസഫിൻ്റെ കൂടെ നിങ്ങൾ ജീവിച്ചു എന്നൊക്കെ. ശരിക്കും അതറിഞ്ഞിട്ടാണോ അവൾ അങ്ങോട്ടേക്ക് പോയത്? എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാലോ. അപ്പം അവൾ മനഃപൂർവ്വം തന്നെ ആ സ്ഥലം കണ്ടുപിടിച്ചതാ. അവളായിരിക്കും ബാലിനെ പറഞ്ഞിട്ട് ആ സ്ഥലത്തെപ്പറ്റി അന്വേഷിച്ചതും അവിടെ ജോലിക്ക് കയറിയതും. ഒരുപക്ഷെ എനിക്ക് വേണ്ടിയുള്ള കെണിയായിരിക്കും ഇത്. എന്നെ അപായപ്പെടുത്താൻ സ്റ്റാൻലി ജോസഫിനെ അവൾ ഉപയോഗിക്കുകയായിരിക്കും. ബാലൻ തന്നെ എല്ലാം അറിയിക്കാനായിട്ട് അവിടെ ചെന്ന് അവൾ തങ്ങിയതായിരിക്കും. അങ്ങനെ അവിടുന്ന് ബാലനെ അറിയിച്ച് എൻ്റെ ജീവിതം നശിപ്പിച്ച് ബാലൻ്റെ കൂടെ സുഖമായി ജീവിക്കാനായിരിക്കും അവളുടെ പ്ലാനിങ്. എങ്കിലും ഈശ്വര, അവൾ എങ്ങനെയാ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് വൈജ ആലോചിക്കുകയാണ്. എന്നിട്ട് വൈജയ്ക്ക് ആകെപ്പാടെ ശരീരമാകെ വല്ലാണ്ട് വരുന്നുണ്ട്. 23 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റാൻലി അവൾ കാണുന്നത്. തന്നെ ചതച്ചിട്ട് കടന്നു കളഞ്ഞ സ്റ്റാൻലി ജോസഫ്. ഇനി ഒരിക്കലും അയാളുടെ മുഖം കാണരുതെന്ന് താൻ ഓർത്തതാ. പക്ഷേ വീണ്ടും അയാൾ എൻ്റെ മുമ്പിൽ. ആ നാശം പിടിച്ചവൾ കാരണം ഒരിക്കലും അവൾ എനിക്ക് സമാധാനം തരില്ല. എന്തായാലും ബാലേന്ദ്രൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്ന റിയാക്ഷൻ. അയാൾ എന്നെ കൊന്നേനെ. അത് മാത്രമല്ല, ആ സ്റ്റാൻലിയെക്കുറിച്ചും അയാൾക്ക് വലിയ അറിവൊന്നുമില്ല. അലിനെ പറഞ്ഞനുസരിച്ചായിരിക്കും അയാൾക്ക് ഉണ്ടാക്കിയത്. എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാനുള്ള അവളുടെ പിടിവിളിയായിരിക്കും ആ സ്റ്റാൻലി എന്നൊക്കെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. ബാക്കിയുള്ള ആർക്കും തന്നെ ഈ കാര്യങ്ങളൊന്നും അറിയാത്തത് വലിയ ഭാഗ്യമെന്ന് അവൾ ഓർക്കുകയാണ്. എന്നിട്ട് ശിവേട്ടനെയും ഗംഗേട്ടനെയും കൂടി അവൾ വിളിക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഇവിടം വരെ വരുമോ എന്ന് ചോദിക്കുമ്പം ഗംഗേട്ടൻ പറയാണ്, നാളെ അമ്മയുടെ പിറന്നാളല്ലേ, അതുകൊണ്ട് ഇന്ന് തന്നെ ഞാനും വൈഫും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശിവൻ അവിടെ തന്നെ ഉണ്ടല്ലോ, അവനും കൂടെ കാണും എന്ന് പറയാണ്. അങ്ങനെ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും രാജീവനും ഗംഗേട്ടനും ശിവനും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. ഈ സമയം ബാലേന്ദ്രൻ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഇവരെ കൊണ്ട് മുറിയിലേക്ക് കയറാണ് വൈജ. എന്നിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട്. അവൾ എന്നിട്ട് കട്ടിലിരിക്കുകയാണ്. എന്താ വൈജെ, എന്താ അത്യാവശ്യമായിട്ട് കാണാൻ വരാൻ പറഞ്ഞത്? അലീന നിങ്ങളെ വിളിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ വിളിച്ചിരുന്നു. അവൾ എവിടെയാണെന്നാ പറഞ്ഞത്? കുളത്തൂപ്പുഴയിൽ ഏതൊരു എക്സ് മിലിറ്ററിക്കാരൻ്റെ വീട്ടിലാ. അവിടെ ഒരു പ്ലാന്റർ അയാള്. അവൾക്ക് എന്ത് ജോലിയാ? അക്കൗണ്ടൻ്റ് എങ്ങാണ്ടാന്നാ പറഞ്ഞത്. അവിടുത്തെ കണക്കൊക്കെ എഴുതണം, അത്രയൊക്കെ ഉള്ളൂ. ഞാനൊരു കാര്യം അറിഞ്ഞു, അത് ശരിയാണെന്നറിയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. എന്ത് കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ ഫോൺ എടുത്ത് കാണിക്കുകയാണ്. ഇത് കണ്ടതും അവരൊന്ന് ഞെട്ടിവിറച്ച് നിൽക്കുന്നുണ്ട്. ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി? എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ കാര്യം നേരത്തെ അറിയായിരുന്നോ? അത് പിന്നെ എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലേ? നിങ്ങളെല്ലാം കൂടി എന്നെ ചതിക്കായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പം, അത് ഞങ്ങളെന്ന് ചതിക്കാനാ? അലീന അവിടേക്ക് പോയെന്ന് അവസാന നിമിഷമാണ് ഞങ്ങൾ അറിഞ്ഞത്. അതും സ്റ്റാൻലി ജോസഫ് എന്ന പേര് കേട്ടപ്പോൾ. അല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെയോ അറിയാം. നിങ്ങളൊക്കെ കൂടി എൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട്. അലീന അവൾ എങ്ങനെ സത്യം അറിഞ്ഞത്? അലീന സത്യം അറിഞ്ഞെന്നോ? എന്ന് സത്യം? പോകുന്നതിൻ്റെ അന്ന് ദിവസം അവൾ വന്നെന്നെ താക്കീത് ചെയ്തിട്ടാണ് പോയത്. 23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ ഞാനൊരു ജീവിതം ജീവിച്ചില്ലേ, വേറെ ആളുടെ കൂടെ, അതിൽ നിന്ന് പ്രസവിക്കുകയും ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു പോയത്. അലീന അങ്ങനെ പറഞ്ഞോ? അതെ, അവൾ അങ്ങനെ പറഞ്ഞു. അവൾക്കെങ്ങനെ അതൊക്കെ അറിയാം? നിങ്ങൾ ആരെങ്കിലും പറയാതെ അവൾ ഒരിക്കലും അത് അറിയില്ല.
അമ്മയ്ക്കും നിങ്ങൾ മൂന്ന് ആങ്ങളമാർക്ക് മാത്രമേ ഈ രഹസ്യങ്ങളൊക്കെ അറിയുള്ളൂ. നിങ്ങൾ ആരിലും പറയാതെ അവൾ ഒരിക്കലും ഈ സത്യങ്ങളൊന്നും അറിയില്ല. പറ, ആരെന്നെ ചതച്ചത്? അമ്മയാണോ അവ നിങ്ങളാണോ എന്ന് ചോദിക്കാണ്. ഗംഗേട്ടൻ ഒന്നും മിണ്ടാ നിൽക്കാണ് കേട്ടോ. പറ, സത്യം പറ, ആരാ എന്നെ ചതച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, വൈജേ, ഞങ്ങളത് എന്ത് പറയാനാ? എന്താ ഗംഗേട്ടാ, സത്യം പറ, എങ്ങനെയാ അവൾ അറിഞ്ഞത്? അവളിപ്പോ എന്നെ ഭീഷണിപ്പെടുത്താനുള്ള ഒരായുധമായിട്ടാ അയാളെ കണ്ടിരിക്കുന്നത്. സ്റ്റാൻലി ജോസഫിന്റെ മനഃപൂർവ്വം തന്നെയാ അവൾ അങ്ങോട്ട് പോയത്. എനിക്ക് ഉറപ്പാ. എന്നെ കൊടുക്കാനായിട്ട്, എന്റെ ജീവിതം തകർക്കാൻ. ഇതുവരേക്കും അവൾക്ക് മതിയായില്ല. അവൾ എവിടുന്ന് വന്നതാ? അവൾ ആരാ? എന്റെ ജീവിതം വെച്ച് അവൾ ഇങ്ങനെ അമ്മാനാടാൻ ഞാൻ അവളെ എന്ത് തെറ്റ് ചെയ്തത്? അവളോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഗംഗേട്ടനെ ശിവ നോക്കുന്നുണ്ട്. ഗംഗേട്ടൻ പറയാണ്, ശിവ, ഇനി അത് മറച്ചിട്ട് നമുക്കൊരു പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയേണ്ട സത്യങ്ങളെല്ലാം വൈജ ഇനി അറിയണം, അല്ലാതെ ഈ കഥ ഇനി മുമ്പോട്ട് പോവില്ല എന്ന് പറയുന്നുണ്ട്. ഗംഗേട്ടൻ അങ്ങനെ ഒരു ദീർഘശ്വാസം വിട്ടിട്ട് അങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ട്. എന്നിട്ട് വൈജയോട് പറയാണ്, 23 വർഷങ്ങൾക്ക് മുമ്പ് നീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നല്ലോ, അത് നീ ഓർക്കുന്നുണ്ടോ? ആ നിമിഷം മറക്കാനാവോ ഗംഗേട്ടാ? നിങ്ങളെല്ലാവരും കൂടിയല്ലേ എന്നെ കൊണ്ടുവന്ന് റൂമിലിട്ട് അടച്ചു വെച്ചത്? പ്രസവേരടുത്ത് ഞാൻ പൊളഞ്ഞപ്പോഴും ആ സ്റ്റാലിലൊന്ന് കാണണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആ കുഞ്ഞിനെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് തന്നില്ല. ഒന്ന് നോക്കാൻ പോലും എനിക്ക് കിട്ടിയില്ല ഗംഗേട്ട. കോംപ്ലിക്കേഷൻ ആയിരുന്നല്ലോ. ഒരാളുടെ ജീവൻ വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ജീവന് വേണ്ടി എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നശിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കരയുന്നുണ്ട്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ ഒഴുകാണ്. അപ്പോഴേക്കും ഗംഗേട്ടൻ പറയാണ്, എങ്കിലേ ഞാനൊരു കാര്യം പറയട്ടെ, ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നില്ല. ഞെട്ടലോടെയാണ് കേട്ടോ ഈ ഒരു കാര്യം വൈജ കേൾക്കുന്നത്. ഇരുന്നെടുത്തുനിന്നുകൊണ്ട് അവൾ ചാടി ഇരുന്നേക്കുന്നുണ്ട്. ഗംഗേട്ടൻ എന്താ പറഞ്ഞത്? എൻ്റെ കുഞ്ഞ് മരിച്ചില്ലെന്നോ? അതെ, നിന്റെ കുഞ്ഞ് മരിച്ചു പോയില്ലായിരുന്നു ഗംഗേട്ട എന്നും പറഞ്ഞിട്ട് ഗംഗേട്ടൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കാണ് വൈജ. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞേ? എൻ്റെ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ലായിരുന്നോ? അതെ, കുഞ്ഞ് മരിച്ചു പോയില്ലായിരുന്നു. നമ്മുടെ അച്ഛനും രാവണി മേനനും അതുപോലെ സ്റ്റാൻലിയുടെ അച്ഛൻ അവധക്കുട്ടിയൊക്കെ ചേർന്ന് കളിച്ച നാടകമായിരുന്നത്. നിന്റെ കുഞ്ഞിനെ അവർ ഒരു അനാഥാലയത്തിന് കൈമാറി. ആ കുഞ്ഞ് പിന്നീട് അനാഥാലയത്തിലായിരുന്നു എന്ന് പറയാണ്. നിങ്ങളൊക്കെ എന്തൊക്കെയായി പറഞ്ഞേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഹോസ്പിറ്റലിൽ വെച്ച് നേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണല്ലോ പറഞ്ഞത്. അത് പറയാൻ പറഞ്ഞത് നമ്മുടെ അച്ഛനാ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമായിരുന്നല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ശിവൻ പറയാണ്, ഇല്ല, ശിവേട്ടനും എനിക്കും സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഗംഗേട്ടൻ അറിയായിരുന്നു. ഗംഗേട്ടൻ പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാ? അന്ന് അച്ഛൻ പറഞ്ഞാലേ എനിക്ക് കേൾക്കാനൊക്കെ ഉള്ളൂ. അച്ഛൻ പറഞ്ഞതിനപ്പുറം ഒരു അടി പോലും നീങ്ങാത്തവരായിരുന്നല്ലോ ഞങ്ങൾ 3 പേരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊന്നും പറയാനുള്ള വോയിസ് ഇല്ലായിരുന്നു. അച്ഛനാണ് ആ കുഞ്ഞിനെ അനാഥാലയത്തിന് കൊടുത്തേക്കാൻ പറഞ്ഞത്. അങ്ങനെയാ ആ കുഞ്ഞിനെ അനാഥാമന്ദിരത്തിൽ ഏൽപ്പിച്ചത് എന്ന് പറയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞിപ്പോൾ ജീവനുണ്ടോ? ഉണ്ടെങ്കിൽ അവൾക്കിപ്പോൾ 23 വയസ്സായി കാണണമല്ലോ. എൻ്റെ കുഞ്ഞ് എവിടെ ഗംഗേട്ട എന്ന് ചോദിച്ചുകൊണ്ട് ആ ഷർട്ടെ പിടിച്ചുകൊണ്ട് കരയാണ്. നിന്റെ കുഞ്ഞ് ഇത്രയും നാൾ നിന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ കൺമുമ്പിലോ? ഏത് കുഞ്ഞ്? ആര് എന്ന് ചോദിക്കാണ്. നീ ലോകത്ത് ഏറ്റവും വെറുക്കപ്പെടുന്ന, ഏറ്റവും ഇഷ്ടമില്ലാത്ത, മരിച്ചവരെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടല്ലോ, അതാരാന്ന് ചോദിക്കുമ്പം അത് അവളാ, അലീന. എങ്കിലേ അവൾ തന്നെയാ നീ പ്രസവിച്ച നിന്റെ കുഞ്ഞ്. ആ ഒരു വാർത്തകൾ കേൾക്കുന്നത് അങ്ങേയറ്റം ഞെട്ടലോട് കൂടിയാണ്. ഇത്രയും കാലം അവളെങ്കിലും മരിച്ചു പോയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ ഭർത്താവിനെ കൂടി തന്നെ അപവാദം പ്രചരിപ്പിച്ച് അവളെ ആവോളം ദ്രോഹിച്ചില്ലേ? ആ കുട്ടി സ്വന്തം മകളാണെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള മനസ്സിന്റെ കട്ടിയൊന്നും വൈജയ്ക്കില്ല. ഗംഗേട്ട, എന്താ ഈ പറയുന്നേ? അലീന എൻ്റെ മോളാണെന്നോ? എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. നീ വിശ്വസിച്ചേ പറ്റുള്ളൂ വൈജേ. അലീന നിന്റെ സ്വന്തം മകളാ. നിന്റെ ചോരൽ പിറന്ന കുഞ്ഞ്. അത് നിങ്ങളങ്ങനെ തിരിച്ചറിഞ്ഞു. അത് പിന്നെ അന്ന് അച്ഛൻ ഏൽപ്പിച്ചത് ആ സ്നേഹനികേതനം എന്ന ഓർഫനേജിലെ ആ ബ്രിജിത്ത എന്ന് പറഞ്ഞ മമ്മിയിലെ അവരുടെ കയ്യിലാണ് ആ കുട്ടിയെ ഏൽപ്പിച്ചത്. അവർക്കറിയായിരുന്നു നിന്റെ മകളാണ് ആ കുട്ടിയെന്ന്. അതുകൊണ്ട് അവർക്ക് വലിയൊരു രോഗം പിടിപെട്ട് മരിക്കാൻ പോയ സന്ദർഭത്തിൽ ആ സ്ഥലത്തുള്ള എല്ലാവരെയും ഓരോ സ്ഥലങ്ങളിലേക്ക് അയക്കായിരുന്നു. അപ്പോഴാണ് അവർക്ക് തോന്നിയത്, അലീനയ്ക്ക് സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ഉണ്ടല്ലോ, മുത്തശ്ശനെ വന്ന് കണ്ട് കാര്യം പറഞ്ഞ് എന്താ ബാക്കി വേണ്ടതെന്ന് തീരുമാനിക്കാന്ന്. അങ്ങനെ ഒരു അച്ഛനെ കാണാൻ വേണ്ടി കൊല്ലപ്പള്ളിക്ക് വന്നത്. അങ്ങനെയാണ് തിരിച്ച് അവർ ആ സ്ത്രീയെ കാണാൻ വേണ്ടി കഴക്കൂട്ടം വരെ പോയതും.
അവിടെ വച്ച് സംസാരിച്ച് ഡീലുറപ്പിച്ച അച്ഛൻ അവളെ ഈ കൊല്ലപ്പള്ളിയിലെ ഒരു വേലക്കാരിയായിട്ട് കൊണ്ടുവന്നതും എന്ന് പറയാണ്. അപ്പോൾ എൻ്റെ മകളാണോ? അതെ, അവൾ നിന്റെ മകളാ. അവൾക്ക് എല്ലാ സത്യങ്ങളും അറിയാം. അവൾക്കപ്പം അറിയോ ഞാൻ അവളുടെ അമ്മയാണെന്ന്? അറിയാം. അറിഞ്ഞിട്ടാ അവൾ ഇങ്ങോട്ടേക്ക് വന്നത്. മരിക്കാൻ നേരാണ് ആ സ്ത്രീ പറഞ്ഞത് അമ്മ നീയാണെന്ന്. അപ്പോൾ ഇത്രയും കാലം ആ പാവത്തിന് അറിയാമായിരുന്നോ ഞാൻ അമ്മയാണെന്ന്? ഈശ്വര, ഞാൻ എന്തൊക്കെ ദ്രോഹമാ അവളോട് ചെയ്തത് എന്ന് ഓർക്കുന്നുണ്ട്. പലരും അവളെ കണ്ടിട്ട് എൻ്റെ ചെറിയ ചായ ഉണ്ടെന്നൊക്കെയാ എല്ലാവരും പറഞ്ഞത്. അത് മാത്രമല്ല, സ്റ്റാൻലി ജോസഫിൻ്റെ അമ്മേനെ ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട്. അവർക്കും ഈ അയിനയുടെ ഏകദേശം ചായയുണ്ട്. ഒരു തവണ ഒരു ഫോട്ടോയിൽ സ്റ്റാലിനെ അയാളുടെ അമ്മയെ കാണിച്ചിരുന്നു. അതേ മുഖച്ചായ തന്നെ എനിക്ക് പലതവണ തോന്നിയിരുന്നു. എങ്കിലും എൻ്റെ മനസ്സിലെ വെറുപ്പും ദേഷ്യവും അതൊന്നും വകവെച്ചില്ല. അപ്പം പിന്നെ എൻ്റെ കുഞ്ഞ് ഇത്രയും കാലം അനാഥാലയത്തിലാണോ വളർന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, അവൾ അനാഥാലയത്തിലാണ് വളർന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛൻ പറയാൻ നിയമിച്ചു. നിന്റെ ജീവിതം സുരക്ഷിതമാവണം, അതുമാത്രമേ അച്ഛൻ ആഗ്രഹിച്ചുള്ളൂ. മറ്റൊരു മതത്തിലുള്ള ആളെ വിവാഹം കഴിക്കാൻ അച്ഛനൊരിക്കലും താല്പര്യമായിരുന്നില്ല. സ്റ്റാലിൻ്റെ വീട്ടുകാർക്കും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് അച്ഛൻ ഈ വന്ന് വിവാഹം നടത്തിയത്. ബാലൻ തന്നെ ഒന്നും അറിയിക്കാതെ ഇത്രയും വർഷം കൊണ്ടു നടന്നതും എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈശ്വര, എൻ്റെ പൊന്നു മോളെയാണോ അപ്പം ഇത്രയും കാലം ഞാൻ ഉപദ്രവിച്ചത്? എന്തൊക്കെ പറഞ്ഞു ഞാൻ അവളോട്? അവളെ ഞാൻ തല്ലിയിട്ടുണ്ട്, നടു റോട്ടിൽ വലിച്ചിറക്കി വിട്ടിട്ടുണ്ട്, രാത്രിയിൽ ഇറക്കി വിട്ടിട്ടുണ്ട്, ആഹാരം കൊടുക്കാതെ ഇരുന്നിട്ടുണ്ട്, ഈ വീട്ടിലെ സർവ്വ ജോലികളും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. ഗംഗേട്ടാ, നിങ്ങളെങ്കിലും വല്ലാത്ത ചതിയായി കാണിച്ചത്. എന്നോട് ഒരു വാക്കെങ്കിലും ഒന്ന് പറയായിരുന്നല്ലോ. അച്ഛൻ മരിച്ചു പോയില്ലേ, അതിനുശേഷമെങ്കിലും എന്നോട് ഒന്ന് പറയായിരുന്നല്ലോ. ശിവയുണ്ടാക്കിയ പിന്നെ എപ്പോഴാണ് അറിഞ്ഞത്? അത് പിന്നെ ഞാനും രാജീവനും കൂടി അവളെ കടത്തിക്കൊണ്ട് പോയില്ലേ, ആ സമയത്താണ് ഗംഗയോട് ഞങ്ങളുടെ സത്യങ്ങൾ പറഞ്ഞത്. കാരണം ഇനിയും അവളുടെ മേലെ അങ്ങനെ അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ, അവളെ സംരക്ഷിക്കാൻ. പലതവണ നീയും കമലയൊക്കെ പറഞ്ഞല്ലോ, കൈയും കാലും കാണിച്ച് ഞങ്ങളെക്കാൾ മയക്കാണെന്ന്. അവള് ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ പോലല്ലേ, നിന്റെ കുഞ്ഞല്ലേ അവള്. ആ ഒരു സ്നേഹമായിരുന്നു ഞങ്ങൾക്ക് അവളോട്. ഈ സത്യങ്ങൾ വേറെ ആർക്കൊക്കെ അറിയാം എന്ന് ചോദിക്കുമ്പം നമ്മുടെ അമ്മയ്ക്കറിയാം, പിന്നെ മനുവിനും. അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയാണ്. വെറുതെ അല്ല അമ്മ പലപ്പോഴും അവളൊരിക്കലും ദേഷ്യപ്പെടരുത്, അവളോട് സ്നേഹം കാണിക്കണം, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുമെല്ലാം അതിനുവേണ്ടിയായിരുന്നല്ലേ. അമ്മ എപ്പോഴും എന്നോട് പറയായിരുന്നു അവളെ ശപിക്കരുതെന്ന്. അതിൻ്റെയൊക്കെ കാരണം അതായിരുന്നല്ലേ ഗംഗേട്ടാ എന്ന് ചോദിക്കുകയാണ്. അല്ല ഗംഗേട്ടാ, ബാലേന്ദ്രന് ഇതുവല്ല അറിയോ? ഏയ് ഇല്ല, ബാലനൊന്നും അറിയില്ല. അറിഞ്ഞാ ഇതുവല്ല ആണോ സംഭവിക്കുക? അലിനെ അയാളെങ്ങനെ സ്നേഹിക്കോ? പിന്നെ എന്ത് കാരണം കൊണ്ടാ അയാൾ അലിനെ ഇത്രയധികം സ്നേഹിക്കുന്നത്? അത് പിന്നെ ആ ഒരു കുട്ടിയോട് കണ്ടപ്പോൾ തോന്നിയൊരു വാത്സല്യം, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. നമ്മുടെ കുട്ടികളൊക്കെ അവൾ നന്നായി സ്നേഹിച്ചിരുന്നല്ലോ, അതുകൊണ്ടാ. പിന്നെ കുടുംബം കൈ പിടിച്ച് ഉയർത്താൻ അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആ ഒരു കാര്യം കൊണ്ടൊക്കെയാ ബാലേന്ദ്രന് അവളുടെ ഇത്രയ്ക്ക് സ്നേഹം, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ബാലനൊരിക്കലും ഈ സത്യങ്ങളൊന്നും അറിയരുത്. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കാണണം, അവളെ തിരിച്ചു കൊണ്ടുവരണം, കെട്ടിപ്പിടിച്ച് അവളുടെ മാപ്പ് പറയണം. ഇനിയുള്ള കാലം അവളെ ഞാൻ ഈ വീട്ടിൽ നിർത്തിക്കോളാം. മനുവിനെക്കൂടെ നമുക്ക് വിവാഹം കഴിപ്പിക്കാം. എൻ്റെ കണ്ടതും ദൂരത്ത് തന്നെ അവൾ കാണുമല്ലോ, ആരും കാണാതെ ഞങ്ങൾക്ക് സ്നേഹിക്കാമല്ലോ എന്നൊക്കെ പറയാണ്. എങ്കിലും അച്ഛനും അമ്മയും ബന്ധുക്കളും കുടുംബക്കാരും എല്ലാം ഉണ്ടായിട്ടും, കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടായിട്ടും എൻ്റെ മോൾ ഇത്രയും കാലം അനാഥയെ പോലെ ഒരു അനാഥാലയത്തിൽ ജീവിച്ചല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് വൈജ വീണ്ടും വീണ്ടും കരയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പറയാൻ വന്നത് എന്തിനാണെന്ന് നിനക്കറിയോ? നീ ഇപ്പം ഞങ്ങളെ വിളിച്ചു വരുത്തിയല്ലോ. പലതവണ ഞങ്ങളെ പറഞ്ഞു നോക്കാത്ത കാര്യമായത്. പറഞ്ഞാൽ അത് വലിയ വിഷയമാകും. നീ ഈ കാര്യം അറിഞ്ഞെന്ന് ആരോടും പറയണ്ട. അവൾ മകളാണെന്നങ്ങനെ ബാലിനെ അറിഞ്ഞാൽ നിന്റെ കുടുംബം തന്നെ തകർന്നു പോകും. അതുകൊണ്ട് ഓർമ്മയുണ്ടല്ലോ, ബാലേന്ദ്രൻ ഈ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല. മനസ്സിലായോ എന്ന് ചോദിക്കാണ്. മനസ്സിലായി ഗംഗേട്ടാ, ആരോടും ഞാൻ പറയില്ല. പക്ഷേ എനിക്കെൻ്റെ മോളെ കാണണം. ആ ചതയൻ്റെ കൂടെ ഇനിയോൾ നിൽക്കാൻ പാടില്ല. അവൾ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? അയാളല്ലേ ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയി വേറെ വിവാഹം കഴിച്ചത്. ആ ചതയൻ്റെ കൂടെ എൻ്റെ മകൾ ജീവിക്കണ്ട. നിറമാസം ഗർഭിണിയാന്ന് എന്നെ കളഞ്ഞിട്ട് അയാൾ പോയതല്ലേ. പിന്നീട് ഒരിക്കലും ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഒരിക്കലെങ്കിലും അയാൾ വരുമെന്ന് കാത്ത് എത്ര കാലം ഞാൻ കാത്തിരുന്നു. എന്നിട്ട് അയാൾ വന്നില്ല. എന്നെയും എൻ്റെ കുഞ്ഞിനയാൾ ഉപേക്ഷിച്ചില്ലേ. എൻ്റെ കുഞ്ഞ് അനാഥാലയത്തിൽ പോയി നിൽക്കേണ്ട ഗതികൾ ഉണ്ടായത് തന്നെ അയാളെ കാരണമാണ്. എനിക്ക് ഈ അവസ്ഥ ഉണ്ടായതിന് കാരണം അയാളാ. ആ ഒറ്റൊരുത്തം കാരണം ഇതെല്ലാം ഉണ്ടായത്. അതുപോലെ ഒരു നീചൻ്റെ അടുത്തേക്ക് എൻ്റെ കുഞ്ഞിനെ എന്തിനാ പറഞ്ഞിട്ട് ഗംഗേട്ടാ
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലോ സ്റ്റാലിൻ്റെ അടുത്തേക്കാണ് എൻ്റെ മോള് പോയെന്ന്. പിന്നെ എന്തിനാ അവളെ പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഇവിടെ വന്നിട്ട് അവൾക്കൊരു സമാധാനം കിട്ടിയില്ല, അതുകൊണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത്. അല്ല, ബാലനെങ്ങനെ ആ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചത്? അയാളെ കണ്ടുപിടിച്ചേ? ബാലനല്ല, ശരിക്കും അലീനയെ കണ്ടുപിടിച്ചത്. സ്റ്റാലിൻ ജോസഫ് തൻ്റെ പപ്പയാണെന്നും അങ്ങോട്ടേക്ക് തന്നെ ആക്കണമെന്നും പറഞ്ഞത് അവളാ. അതുകൊണ്ടാണ് ബാലൻ തപ്പി അങ്ങോട്ടേക്ക് ചെന്നത്. പക്ഷെ നിന്റെ കാര്യമൊന്നും അയാളൊക്കെ അറിയില്ല കേട്ടോ എന്ന് കള്ളം പറയാണ് ഗംഗേട്ടനും ശിവനെയും കൂടെ കൂടിയിട്ട്. അങ്ങനെ മനസ്സിനകത്ത് ആകെപ്പാടെ ഒരു നീറ്റിലാവാണ് വൈജയ്ക്ക്. ഇത്രയും കാലം താൻ ദ്രോഹിച്ചത് താൻ പ്രസവിച്ച തൻ്റെ സ്വന്തം മകളെയായിരുന്നു. ഒരു നോക്ക് കാണാനോ ഒന്ന് പാൽ കൊടുക്കാനോ പോലും കഴിഞ്ഞിട്ടില്ല തൻ്റെ മോളെ. ആ മോളാണ് വളർന്നു വലുതായി 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിട്ട് നിൽക്കുന്നത്. അവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ കെട്ടിപ്പിടിച്ച് ഒരു 100 രൂപ കൊടുക്കായിരുന്നു. അവളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കായിരുന്നു, കാലി വീണ് മാപ്പ് പറയായിരുന്നു എന്നൊക്കെ ഓർത്ത് വൈജി വിതുമ്പി കരയുന്നുണ്ട്. എങ്കിലും എൻ്റെ ഗംഗേട്ട, ഒരു തവണയെങ്കിലും രഹസ്യമായിട്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറഞ്ഞിടായിരുന്നോ? എങ്കിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരുന്നോ? എൻ്റെ മോളെ രഹസ്യമായിട്ട് സ്നേഹിക്കില്ലായിരുന്നോ? അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈകി ചോദിക്കുകയാണ്. അതൊക്കെ ശരിയാ, പക്ഷേ നീ ഒരിക്കലും അറിയണ്ടെന്ന് ഞങ്ങൾ കരുതി. അതുകൊണ്ടാണ് അവൾക്ക് സേഫ്റ്റി ആയിട്ട് ക്യാഷ് ഇട്ട് കൊടുത്തതും അവളെ ഞങ്ങൾ സ്നേഹിക്കുന്നതും. എങ്കിലും അത് പറയേണ്ടത് എന്നോടല്ലായിരുന്നോ? അത് പിന്നെ നീ മാനസികമായി തകർന്നു പോകുന്ന കരുതിയിട്ടാ. ഇപ്പം പിന്നെ പറയേണ്ട സാഹചര്യം വന്നുകൊണ്ടാണ് പറഞ്ഞത്. എങ്കിലും എൻ്റെ ഗംഗേട്ട, അത് നേരത്തെ അറിഞ്ഞതെങ്കിൽ ഈ കുടുംബത്ത് ഇതുപോലെ എന്തെങ്കിലും കലഹം ഉണ്ടാവുമോ? അവൾ വന്ന് കയറിയ പിന്നെ എൻ്റെ ഭർത്താവിനെ അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. വേറെ പെൺകുട്ടിയാണെന്ന് കരുതിക്കൊണ്ടല്ലേ ഞാൻ ഇത്രയൊക്കെ ബഹളം വെച്ചത്? എൻ്റെ സ്വന്തം മോളെന്നറിയണമെങ്കിൽ ഞാൻ ബഹളം വെക്കുമായിരുന്നോ? എനിക്ക് എൻ്റെ മോളെ കാണാൻ ഗംഗേട്ട എന്നൊക്കെ പറയുമ്പോൾ നീ വാശി പിടിക്കരുത്. നിൻ്റെ അടുത്ത് ഇത്രയും കാലം നിൻ്റെ മോളുണ്ടായിരുന്നു. നീ ഇത്രയും കാലം അവളെ കണ്ടോണ്ടായിരുന്നത്. നിനക്കിപ്പോൾ നിൻ്റെ മോളുടെ ജീവനുണ്ടെന്നും അവൾ നിൻ്റെ അടിയിലുണ്ടെന്നും നിനക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് അവളെ പതിയെ നമുക്ക് നയത്തിന് ഇങ്ങോട്ടേക്ക് എത്തിക്കാം. അല്ലാതെ എടുപിടിന്ന് പോയി വിളിച്ചാലേ ബാലിന് സംശയം തോന്നും. ബാലിനറിയാതെ വേണം എല്ലാം നീക്കാൻ വേണ്ടിയിട്ടെന്ന് ഗംഗാധരൻ പറയാണ്. വൈജയ്ക്കാണെങ്കിലോ സന്തോഷിക്കണോ കരയണോ ചിരിക്കണോ ഒന്നും അറിയില്ല. ഇത്രയും കാലം തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ സ്വന്തം മകളാണെന്നറിഞ്ഞ് വൈജിക്ക് അത് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. അവൾ വല്ലാണ്ട് അവളുടെ മനസ്സ് കിടന്ന് പിടയാണ്. പക്ഷേ അവൾ ഒരു കാര്യം കൂടി ഓർക്കുന്നുണ്ട്. അവൾക്കറിയാലോ തൻ്റെ പഴയ കാലമെല്ലാം അതുകൂടി ഓർക്കാണ്. അവൾ എങ്ങനെയാണ് ആ പഴയ കാലം അറിഞ്ഞത്? അപ്പോൾ ശരിക്കും തൻ്റെ മകളായതുകൊണ്ടാണ് ആ പഴയ കാലമൊക്കെ മനസ്സിലായെന്നും വൈജി മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. എല്ലാ ദിവസവും മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ഹൈപ്പും ലൈക്കും കൂടെ ഒന്ന് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.